മുറപ്പെണ്ണ്. രചനാ സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 35. അമ്മേ. ചുമ്മുവിൻ്റെ പേടിയോടെയുള്ള അലർച്ച ലിഫ്റ്റിനുള്ളിൽ ഉയർന്നു. കാതടപ്പിക്കുന്ന ആ ശബ്ദവും താഴേക്ക് നിലം പതിക്കുന്ന ലിഫ്റ്റും അവളെ ഒട്ടൊന്നുമല്ല പേടിച്ചത്. വേദുട്ടി. നിലതെറ്റി തറയിലേക്ക് വീഴാനായി പോയവളെ വലിച്ച് നെഞ്ചിലേക്ക് പൊത്തിപ്പിടിക്കുമ്പോൾ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച പ്രണയം അവനറിയാതെ തന്നെ പുറത്തേക്ക് ഒഴുകിയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം കണ്ണൻ്റെ നാവിൽ നിന്നും അവളുടെ വിളിപ്പേര് പുറത്തേക്ക് പോകുന്നു, അവൻ പോലും അറിയാതെ. പേടിച്ചു പോയോ നീ? പെണ്ണിൻ്റെ നെറുകയിൽ അവൻ വാത്സല്യത്തോടെ ഒന്ന് തഴുകി. അതിനിടയിൽ തന്നെ ലിഫ്റ്റിൻ്റെ എമർജൻസി ബട്ടൺ പ്രസ് ചെയ്യാനും അവളെ അങ്ങനെ തന്നെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ലിഫ്റ്റിൻ്റെ ഫോണിൽ നിന്നും ഹെൽപ്പ് മെസ്സേജ് വിളിച്ചറിയിക്കാനും അവൻ മറന്നില്ല എന്നതാണ് സത്യം. വേദുട്ടി. അപ്പോഴും അകന്നു മാറാതെ തൻ്റെ നെഞ്ചിൽ മുഖമമർത്തി നിൽക്കുന്നവളെ കാണുന്തോറും കണ്ണിന് അമ്പരപ്പാണ് ഉണ്ടായത്. പേടിച്ചിട്ടുള്ള നിൽപ്പാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു അനുഭവം. ഇത്രയും വർഷങ്ങൾക്കിടയിൽ ചുമ്മു തൻ്റെ ഇത്രയും അടുത്ത് നിൽക്കുന്നത് സ്വപ്നമാണോ എന്ന് പോലും അവനൊരു നിമിഷം ചിന്തിച്ചു പോയി. തൻ്റെ നെഞ്ചോരം മാത്രം ഉയരമുള്ള ഒരു കൊച്ചു സുന്ദരി. അവളുടെ തോളറ്റം വരെ വെട്ടിയിട്ടിരിക്കുന്ന ക്രോപ്പ് ചെയ്ത സിൽക്ക് പോലെയുള്ള മുടിയിഴകളും തൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചിരിക്കുന്ന പെണ്ണിൻ്റെ വെളുത്ത നീളമുള്ള വിരലുകളും അവനെ ഒട്ടൊന്നുമല്ല അപ്പോൾ ആകർഷിച്ചത്. പലപ്പോഴും ദൂരെ നിന്ന് മാത്രം നോക്കിക്കാണാൻ തനിക്ക് വിധിക്കപ്പെട്ടവളെ ഇന്നാണ് താനൊന്ന് കണ്ണു നിറയെ കാണുന്നത് പോലും. ഹൃദയമൊക്കെ തുള്ളിച്ചാടുന്നത് പോലെയുള്ള അവസ്ഥ കണ്ണനപ്പോൾ അനുഭവപ്പെട്ടു. ഉള്ളിലുള്ള പ്രണയത്തെ അടക്കി പിടിക്കുവാനാവാതെ അവൻ വല്ലാതെ വെപ്രാളപ്പെട്ടു. സോറി. വീണുപോയതിൻ്റെ ആ പേടി ഒന്ന് മാറിയതും അടുത്ത നിമിഷം തന്നെ ചുമ്മു അവനിൽ നിന്നും ഇത്തിരി അകലമിട്ട് മാറി നിന്നു. അവനോടുള്ള പതിവ് ഇഷ്ടമില്ലായ്മ മുഖത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ. ആഹാ, എൻ്റെ ഭാവി ഭാര്യയ്ക്ക് സോറിയൊക്കെ പറയാൻ അറിയോ? അവളൊന്ന് നേരെയായെന്ന് തോന്നിയതും കണ്ണൻ തൻ്റെ പതിവ് സ്വഭാവം പുറത്തേക്കെടുത്തു. അകന്നു മാറിയവളെ വീണ്ടും പൊതിഞ്ഞു പിടിക്കണമെന്ന് ആഗ്രഹമുള്ളിൽ മുട്ടിട്ടുവെങ്കിലും അത് പ്രകടിപ്പിക്കാതെ കണ്ണൻ ഗൗരവത്തിൻ്റെ മുഖം മീടി വീണ്ടും എടുത്തണിഞ്ഞു. മൂർച്ചയേറിയ ഒരു നോട്ടായിരുന്നു അതിന് മറുപടിയായി ചുമ്മുവിൽ നിന്നും അവന് കിട്ടിയത്. ഉഫ്, എന്താ നോട്ടം! ചെക്കൻ മെല്ലെ മീശ പിരിച്ചു. പെണ്ണിൻ്റെ ചുണ്ടുകൾ ഈശത്തോടെ പിറുപിറുത്തു. ആരാടിയത്? എൻ്റെ അടുത്തേക്ക് വന്നത് നീ, കെട്ടിപ്പിടിച്ചത് നീ, എല്ലാം ചെയ്തത് നീ. എന്നിട്ട് പേരെനിക്കും നീ കൊള്ളാവല്ലോടി. അവൻ്റെ മുഖം പുച്ഛത്താൽ കോടി. നിങ്ങളുടെ അടുത്ത് ഞാൻ സ്വയം വന്നാണോ? ആണോന്ന് നിങ്ങൾ തന്നെയല്ലേ എന്നെ കയറി പിടിച്ചത്? വിട്ടുകൊടുക്കാൻ ഇഷ്ടമല്ലാതെ അവളും വാശി കാട്ടി. ഓഹോ, ഇപ്പം അങ്ങനെയായോ? കൊള്ളാം. ഇതാ പറയുന്നത്, പാലം കടക്കുവോളം നാരായണ, പാലം കടന്നാലോ കൂരായണ എന്ന്. നിന്നെപ്പോലുള്ളവരെ കണ്ട് പണ്ടുള്ളവരുണ്ടാക്കിയ പഴഞ്ചൊല്ല ഇത്. ചെക്കൻ്റെ മുഖത്തെ പുച്ഛഭാവത്തിന് അപ്പോഴും ഒരു കോട്ടവും തട്ടിയിരുന്നില്ല. ഒന്നും മിണ്ടായിരിക്കോ? ഇതിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നതെന്ന് ചിന്തിക്കാൻ നോക്ക്. അവൻ്റെ സംസാരം തുടരാൻ അനുവദിക്കാതെ ചുമ്മു പെട്ടെന്ന് ചാടിക്കയറി പറഞ്ഞു. അതിപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല. ചിന്തിക്കേണ്ടവർ എപ്പോഴോ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അവൻ പറഞ്ഞു തീർന്നില്ല. അപ്പോഴേക്കും ലിഫ്റ്റിനുള്ളിലെ കരണ്ട് പോയിരുന്നു. ചുമ്മു അപ്പോഴേക്കും ലിഫ്റ്റിൻ്റെ ഒരു മൂലയിലേക്ക് തളർന്നിരുന്ന് കഴിഞ്ഞിരുന്നു. ഇത്രയും നാൾ ഒരു കുഴപ്പവും ഇല്ലാണ്ടിരുന്ന ലിഫ്റ്റാ. അതെങ്ങനെയാ? ഓരോരുത്തരും വലതുകാല് വെച്ച് കയറുമ്പോഴേക്കും അത് നാശനായില്ലേ? ഫോണിലെ ടോർച്ച് ലൈറ്റ് തെളിയിച്ചവൾ കയ്യിൽ പിടിച്ചുകൊണ്ട് പിറുപിറുത്തു. മാധവ് അതിനുള്ള ഉത്തരവൊന്നും നൽകിയില്ല. പകരം പാനിൻ്റെ പോക്കറ്റിൽ നിന്നും ഫോൺ കയ്യിലേക്കെടുത്ത് ആരുടെയോ നമ്പർ ഡയൽ ചെയ്തുകൊണ്ട് അത് ചെവിയോരം ചേർത്ത് പിടിച്ചു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ലിഫ്റ്റിനുള്ളിലെ സിഗ്നൽ വളരെ വീക്കായതുകൊണ്ട് തന്നെ അവന് കോള് ചെയ്യുവാൻ കഴിഞ്ഞിരുന്നില്ല. നിരാശയോടെ കണ്ണൻ പതിയെ ലിഫ്റ്റിൻ്റെ തറയിലേക്ക് ഊർന്നിരുന്നു കൊണ്ട് ആരെയൊക്കെയോ വീണ്ടും വീണ്ടും വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇനി എത്ര നേരം ഇതിനുള്ളിൽ ഇരിക്കണോ? ചുമ്മു ക്ഷമയുടെ നെല്ലിപ്പലക കാണുന്നുണ്ടായിരുന്നു. കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഇരിക്കേണ്ടി വരും. ഫോണിൽ നിന്നും മുഖം ഉയർത്താതെ തന്നെ അവൾക്കുള്ള ഉത്തരം നൽകി കണ്ണൻ. 1 മണിക്കൂറോ? പെണ്ണിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. എന്തേ? മേലേടത്ത് നാരായണിയമ്മയുടെ കൊച്ചുമോക്ക്
ഇത് മാത്രം അറിയില്ലായിരുന്നോ? തനിക്കെതിരായിരിക്കുന്നവളെ കണ്ണുകൾ മാത്രം ഉയർത്തി നോക്കിക്കൊണ്ട് മാധവ് ചോദിച്ചു. അറിയാൻ മേലാഞ്ഞിട്ടല്ല, നിങ്ങളുടെ കൂടെ 1 മണിക്കൂർ ഇതിനകത്ത് എങ്ങനെ ഇരിക്കേണ്ടേ എന്ന് ആലോചിച്ച് പറഞ്ഞു പോയതാ. ചുണ്ടുകൂട്ടിക്കൊണ്ട് മാധവനിൽ നിന്നും പെട്ടെന്ന് മുഖം തിരിച്ചു പെണ്ണ്. ഓ അങ്ങനെ. അവളുടെ സംസാരം തെല്ലി ഏശിയില്ല എന്ന പോലെയായിരുന്നു ചെക്കൻ്റെ അപ്പോഴത്തെ ഭാവം. അവൻ ആർക്കൊക്കെയോ മെസ്സേജുകൾ അയക്കുന്നതും അത് സെൻഡ് ആവാതെ വരുമ്പോൾ നിരാശയോടെ നെടുവീർപ്പെടുന്നതുമൊക്കെ പെണ്ണ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നിമിഷങ്ങൾ പെരുമ്പാമ്പിനെ പോലെ ഇഴഞ്ഞു നീങ്ങി. ചുമ്മൂന് സങ്കടവും ദേഷ്യവും എല്ലാം കൂടി ഒരുപോലെ വരുന്നുണ്ടായിരുന്നു. വെറുതെ അവിടെ എവിടെയും നോക്കിയിരുന്ന സമയം ചിലവഴിച്ചവളുടെ കണ്ണുകൾ പെട്ടെന്നാണ് കണ്ണൻ്റെ വലത്തെ കൈയുടെ കുഞ്ഞു വിരലിൽ കിടക്കുന്ന തൻ്റെ ഡയമണ്ട് മോതിരത്തിലേക്ക് പതിഞ്ഞത്. തൻ്റെ ഫേവറേറ്റ് റിങ്. അന്ന് വേറെ മാർഗമില്ലാതെ ഒരു ഗുമ്മിന് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ഇട്ടുകൊടുത്തതാണ്. ഇനിയിപ്പോൾ ഇങ്ങേരുടെ കയ്യിൽ ഇത് കിടക്കേണ്ടതിൻ്റെ ആവശ്യം എന്താ? അവളത് സ്വയം ആലോചിച്ചുകൊണ്ട് പെറുപെറുത്തു. തിരികെ ചോദിക്കാം. മനസ്സിലങ്ങനെ നനച്ചുകൊണ്ടാണ് പെണ്ണവനെ വിളിക്കുവാനായി മുഖമുയർത്തി കണ്ണനെ നോക്കിയത്. ഇപ്പോഴും ഫോണിൽ മുഖം പൂഴ്ത്തിയാണ് ആശാൻ്റെ ഇരിപ്പ്. എനിക്കെൻ്റെ റിങ് വേണം. പൊടുന്നനെ ചുമ്മു അവന് നേർ കുറ്റം നോക്കിക്കൊണ്ട് ആവശ്യപ്പെട്ടു. അതെ, നിങ്ങളോടാ ഞാൻ ചോദിച്ചേ. കേട്ടിട്ടും വേട്ട ഭാവം നടിക്കാതെ ഇരിക്കുന്ന മാധവിനോട് അവൾക്ക് കലശലായ ദേഷ്യം തോന്നി. എന്താ നിന്റെ പ്രശ്നം? അവൻ ഫോൺ സ്ക്രീൻ ഓഫ് ചെയ്തു വെച്ചിട്ട് അവൾക്ക് നേരെ ഒറ്റ പുരികം പൊക്കിക്കാട്ടി. തൻ്റെ ഫോണിലെ ടോർച്ച് വെളിച്ചത്തിൽ അവളത് വ്യക്തമായി കാണുകയും ചെയ്തു. എനിക്കെൻ്റെ റിങ് ഉരുത്താ. ചെക്കൻ്റെ നേർക്ക് ചുമ്മു വലങ്കൈ നീട്ടി. ഇട്ടത് തിരിച്ചു ചോദിക്കുന്നത് നല്ല സ്വഭാവമല്ല. അവൻ ഗൗരവം ഒട്ടും കുറയ്ക്കാതെ തന്നെ മറുപടി നൽകി. എനിക്ക് വേണം, അവൾ കട്ടായം പറഞ്ഞു. നിന്റെ ഇഷ്ടം. അതും പറഞ്ഞുകൊണ്ട് വിരലിൽ കിടന്നിരുന്ന എൻഗേജ്മെൻ്റ് റിങ് അവൻ ഊരിയെടുത്ത് ചുമ്മുവിന് നേർക്ക് നീട്ടി. ഇതല്ല എനിക്ക് വേണ്ടേ, ഞാൻ ആദ്യം ഇട്ട് തന്ന എൻ്റെ റിങ്ങാ. അവൾ അവന് നേർക്ക് ചീറി. സോറി കുഞ്ഞെ, ആ റിങ് ഞാൻ ഊരിത്തരില്ല. എൻ്റെ ഭാവി ഭാര്യ ആദ്യമായിട്ട് എനിക്ക് തന്നൊരു സാധനമല്ലേ അത്. അപ്പോൾ ഞാനെങ്ങനെയാണ് നിനക്ക് തിരിച്ചു തരിക? ചെക്കൻ വലത്തെ പുരികവും ഇടത്തെ പുരികവും മാറി മാറി പൊക്കിക്കാട്ടി. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല, എനിക്കിതിപ്പോൾ കിട്ടിയേ തീരൂ. അവളും വാശി കാട്ടി. ഒരു കാര്യമേ, ഒരു വട്ടം പറഞ്ഞേ എനിക്ക് ശീലമുള്ളൂ. നീയായിട്ട് എൻ്റെ ശീലങ്ങൾ മാറ്റാൻ വരരുത്. കയ്യിലിരിക്കുന്ന നിശ്ചയത്തിൻ്റെ മോതിരത്തിൽ കൂടി അപ്പുറം ഇരിക്കുന്നവളെ ഒറ്റ കണ്ണുകൊണ്ട് നോക്കിയവൻ. എനിക്ക് വേണം. നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് തന്നൊന്നുമല്ലോ ഇത്. അതുകൊണ്ട് എനിക്കത് തിരിച്ചു കിട്ടിയേ പറ്റൂ. അവൻ്റെ കുഞ്ഞു വിരലിൽ ഇറുകി പിടിച്ചു കിടക്കുന്ന തൻ്റെ റിങ്ങിലേക്ക് അവൾ തുറച്ചു നോക്കി. ഐ ആം വെരി വെരി സോറി ഡിയർ. അവൻ വീണ്ടും ഫോൺ ഓൺ ചെയ്തുകൊണ്ട് അതിലേക്ക് നോക്കി. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇത്തിരി പോലും നാണമില്ലല്ലോ. ഒരു പെങ്കൊച്ചിനെ റിവെഞ്ച് തീർക്കാൻ വേണ്ടി കല്യാണം ആലോചിക്കുക, എന്നിട്ട് അവളെ വിവാഹത്തിന് വേണ്ടി പ്രേരിപ്പിക്കുക. ഇതൊക്കെയല്ലേ നിങ്ങൾ? പെണ്ണ് അണപ്പല്ല് ഞെരിച്ചുകൊണ്ട് അവനെ നോക്കി. ആണെങ്കിൽ കഴിഞ്ഞ കാര്യങ്ങൾ ഒരു വട്ടം കൂടി ഓർത്തെടുത്തുകൊണ്ട് കണ്ണൻ അവളെ വാശി കയറ്റി. ആണെങ്കിൽ എന്തോന്ന്, എനിക്കൊന്നുമില്ല. എന്നെ എങ്ങാനും കിട്ടിയാൽ നിങ്ങളുടെ ജീവിതമായിരിക്കും കുട്ടിച്ചോറാവുന്നത്. ഇഷ്ടമില്ലാതെ കെട്ടി ജീവിതകാലം മുഴുവൻ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ. അവളും ഉരണ്ടു. അത്രയുള്ളോ? എങ്കിൽ ഞാനങ്ങ് സഹിച്ചു. അല്ല പിന്നെ, നീ തന്നെയല്ലേ മുന്നേ പറഞ്ഞത് ഈ കല്യാണം മുടക്കാൻ വേണ്ടി നീ അഹോരാത്രം കഷ്ടപ്പെടുമെന്നോ എന്തോ? കപടമായ ഒരു പരിഹാസച്ചിരി അവനിൽ നിന്നും ഉയർന്നു. അത് പിന്നെ ഉറപ്പല്ലേ, നിങ്ങളെ കെട്ടാൻ ആ നിതമുണ്ടാവും മണ്ഡപത്തിൽ. 10 വർഷങ്ങൾക്ക് മുൻപുള്ള അതേ പകയിൽ അവൾ എരിഞ്ഞു. നമുക്ക് കാണാം. ചെക്കൻ വീണ്ടും കളിയാക്കി. ഓ കാണാം. തിരിച്ചു മറുപടി പറയാൻ അവൾക്ക് തെല്ല ആലോചിക്കേണ്ടി വന്നില്ല. മേലെടുത്ത് വേദാനാരായണി കാത്തിരുന്നു മേലെടുത്ത് വേദാമാധവാകാൻ വേണ്ടി. ഉള്ളിൽ തട്ടിയ പ്രണയമായിരുന്നു ആ വാക്കുകൾ പറഞ്ഞപ്പോൾ അവനിൽ നിന്നും പുറത്തേക്ക് ചാടിയത്. പക്ഷേ അറിയേണ്ടവൾ അറിഞ്ഞില്ല എന്ന് മാത്രം. ഓ കാത്തിരുന്നോളാം. ആദ്യം എൻ്റെ മോതിരം തരാൻ നോക്ക്.
വഴക്കിൻ്റെ അവസാനം പെണ്ണ് വീണ്ടും തുടക്കത്തിൽ തന്നെ എത്തി നിന്നു. നിന്റെ ഒരു റിങ് ഇന്നാ പിടിച്ചോ. കയ്യിലിരുന്ന നിശ്ചയമോതിരം അവൻ ബലമായി ചുമ്മുവിൻ്റെ കൈക്കുള്ളിൽ പിടിച്ചേൽപ്പിച്ചു. എനിക്കെങ്ങും ഇത് വേണ്ട. അവൾ തിരിച്ചു കൊടുക്കുവാൻ തുനിഞ്ഞുവെങ്കിലും മാധവ് അവൾക്ക് നേരെ നോക്കിയില്ല. ചുമ്മുവിന് ദേഷ്യം വന്നു. അവൾ നിരങ്ങി അവൻ്റെ മുന്നിലേക്കായി ചെന്നിരുന്നു. പൊടുന്നനെ ലിഫ്റ്റിനുള്ളിലെ കരണ്ട് തിരിച്ചു വന്നു. മാധവൻ്റെ ബലത്തെ കൈ ബലമായി പിടിച്ചുകൊണ്ട് അവൻ്റെ മോതിര വിരലിലേക്ക് പെണ്ണ് വീണ്ടും ആ റിങ് കയറ്റി ഇട്ടുകൊടുത്തു. മാധവ് എന്തുകൊണ്ടോ ബലം പിടിക്കാതെ അവൾക്ക് അനുകൂലമായി ഇരുന്നു കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അതും അവളെ പ്രണയത്തോടെ നോക്കിക്കൊണ്ട്. ഇങ്ങരുടെ മോതിരം എനിക്ക് വേണ്ട, എനിക്കെൻ്റേത് വേണം. കണ്ണൻ്റെ ചെറുവിരലിൽ അവൻ പിടുത്തമിട്ടതും അവൻ തൻ്റെ കൈമുഷ്ടി ചുരുട്ടി പിടിച്ചു വെച്ചു. ഷിറ്റ്! ദേഷ്യം കൊണ്ട് വിറച്ചുകൊണ്ട് അവനെ ഉറ്റുനോക്കിയവൾ. അപ്പോഴേക്കും ലിഫ്റ്റിനുള്ളിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ ഉയരുവാൻ തുടങ്ങിയിരുന്നു. ലിഫ്റ്റിൻ്റെ വാതിൽ തുറന്നു വരുന്നെന്ന് കണ്ടതും ചുമ്മു പൊടുന്നനെ തറയിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. കൂടെ മാധവും. സോറി സാർ, ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഡോർ തുറന്നതും മുൻപിൽ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളിൽ നിന്നും ആ ചോദ്യമാണ് അവരെ എതിരേറ്റത്. ആ കൂട്ടത്തിൽ പങ്കും ഉണ്ടായിരുന്നു. ഇറ്റ്സ് ഓക്കെ. ഇരുവരും ഒരുപോലെ മറുപടി നൽകി. അവരോട് ഇത്തിരി നേരം സംസാരിച്ചിട്ട് തിരിഞ്ഞ് എൻട്രൻസിലേക്ക് പോകുമ്പോൾ പങ്കുവിൻ്റെ തോളിൽ കൈകിട്ടുകൊണ്ട് പടികൾ കയറുന്ന ചുമ്മുവിനെ തിരിഞ്ഞു നോക്കാതിരിക്കാൻ മാധവനെ കൊണ്ടായില്ല. എത്ര വട്ടം നീ ഇങ്ങനെ എനിക്ക് മോതിരം ഇട്ട് തരും പെണ്ണെ? ഇനിയൊരു മോതിരമിടയിൽ നമുക്കിടയിൽ ഉണ്ടാവില്ല. ഇനി നേരെ താലികെട്ടല്ലേ? രണ്ടാമതും അവൾ ഇട്ട് തന്ന റിങ്ങിലേക്ക് നോക്കിക്കൊണ്ട് പിറുപിറുക്കുമ്പോൾ അവനിൽ പ്രണയമഴ തന്നെയാണ് പെയ്തുകൊണ്ടിരുന്നത്. ഇത്രയും നേരവും കണ്ണേട്ടനുള്ളതുകൊണ്ട് അടി പിടിച്ച് നീ പാനിക്കാകാതെ അതിനുള്ളിലിരുന്നു. അല്ലായിരുന്നെങ്കിലോ ചുമ്മുവേ? അതേസമയം അവളിൽ നിന്നും കഥകളൊക്കെ കേട്ട പങ്കുവിൻ്റെ ചോദ്യത്തിന് എന്തുത്തരം പറയണമെന്നറിയാതെ ഇരിക്കുകയായിരുന്നു പെണ്ണവൾ. അപ്പോൾ കാത്തിരിക്കുക കേട്ടോ. അടുത്ത പാട്ടുമായി വേഗം വരാവേ.